ഹായ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആയിരുന്നു. അപ്പം നമുക്ക് ABC എന്ന് പറഞ്ഞ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനകത്ത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ പലതിനും ഉണ്ട്. സോ അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ഉണ്ടെന്നറിയാം. പക്ഷേ ഒരു സ്ഥലം നമ്മൾ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് എത്രമാത്രം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ആ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത്? സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, ഇപ്പോൾ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റഡ് സൈറ്റ് ഷുഡ് നോട്ട് ബി അൺഡുലേറ്റിംഗ് ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ലെവലിംഗ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത്യാവശ്യം ലെവലായിട്ടുള്ള ഒരു സ്ഥലം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ലെവൽ അല്ലാത്ത ഒരു സ്ഥലം എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ലെവൽ ആക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ ലെവൽ ആക്കാനായിട്ട് നിന്ന് കഴിയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റ് ആയിരിക്കത്തില്ല ആ ലെവൽ ആക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയൽ നികത്തിയിട്ടൊക്കെ വീടുണ്ടാക്കുന്ന കേസൊക്കെ ഉണ്ട്, ഫ്ലാറ്റുകളൊക്കെ പണിയുന്ന കേസുണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതൊരു ചതുപ്പ് നിലമാണ്. അപ്പം സാധാരണ രീതിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് പോലും അതിന് താങ്ങാൻ ആ മണ്ണിന് താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ? എക്സ്ട്രാ ആയിട്ട് മണ്ണ് ഇറക്കി അതിനെ ലെവൽ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് പണിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ സംഭവം നമുക്ക് സാധാരണ ഒരു ബിൽഡിങ്ങിന് ഇത്ര കോസ്റ്റേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ കേസൊന്നും അല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 1 സ്റ്റോറി 2 സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ പണിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ കേസിനകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല ഇപ്പോൾ അൺഡുലേറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പം ഒരു കാരണവശാലും അത് എന്താക്കാനായിട്ട് പാടില്ല? ഒരു അൺഡുലേറ്റിംഗ് സർഫസ് ആകാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലെവൽ സർഫസ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക. ഓക്കെ, അതെന്ന് പറയുന്നത് എക്സ്ട്രാ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആ ഒരു സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. ദെൻ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി വെരി നിയർ ടു റോഡ്, അതർവൈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ഈസ് എ ബിഗ് പ്രോബ്ലം. രണ്ടാമത്തെ കേസ് പറയുന്നത് നിയർ ടു റോഡ് ആയിരിക്കണം. അതായത് നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിന് തൊട്ടടുത്തുകൂടെ എന്തായിരിക്കണം? റോഡ് അല്ലെങ്കിൽ പാത ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരു ചെറിയ റോഡാണെങ്കിലും ഒരു വലിയ റോഡാണെങ്കിലും ഒരു റോഡ് ഉണ്ടായിരിക്കണം. അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് എപ്പോഴും സിറ്റിയുടെ സൈഡിലൊന്നും കൊണ്ട് വീട് എപ്പോഴും വെക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്താണ്, എപ്പോഴും ആൾക്കാർ ഒരു വീട് സെലക്ട് ചെയ്യുമ്പോഴും ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോഴും തൊട്ടടുത്തൂടെ റോഡ് ഉണ്ടോ എന്ന് നോക്കും. കാരണം ഒരു ബിൽഡിംഗ് പണിയാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പിംഗ് ചെയ്യാൻ റോഡ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഇവിടെ താമസമാകുമ്പോഴും നമുക്ക് ഈ റോഡിൻ്റെ ആവശ്യകത പലപ്പോഴും ഉണ്ട്. എന്താണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് എന്ത് വേണം? റോഡ് വേണം. സോ നിയർ ടു റോഡ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സിവിക് സർവീസസ് ലൈക്ക് വാട്ടർ സപ്ലൈ, ഇലക്ട്രിക് ലൈൻസ്, ടെലഫോൺ ലൈൻസ്, ഡ്രെയിനേജ്, സീവർ ഷുഡ് ബി നിയർ ടു ദ സൈറ്റ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ആ ഒരു വീട്ടിൽ താമസിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലം വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വീട് വെച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളമില്ലാത്ത അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിലോ സോ അത് നമുക്ക് പറ്റില്ല. പിന്നെന്താണ്, ഇലക്ട്രിക് ലൈൻസ് ഒന്നും പോകാത്ത ഒരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഡിഫിക്കൽട്ടി ഉള്ള ഒരു സ്ഥലമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾക്ക് വേസ്റ്റ് വാട്ടറൊക്കെ ഉണ്ട്. വേസ്റ്റ് വാട്ടറൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഒഴുക്കി കളയാൻ പറ്റാതെ അല്ലെങ്കിൽ തങ്ങിങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ സോ അവിടെയും നമുക്ക് ബിൽഡിങ് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പണിയുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സോ ഡിഫിക്കൽട്ടി ഉണ്ടാകും. സോ അതൊക്കെയാണ് സിവിക് സർവീസസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ താമസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ടോ അതിനുള്ള കാര്യങ്ങളെല്ലാം. സോ ടെലഫോൺ ലൈൻസ്, ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി വാട്ടർ ലോഗ്ഡ് ഏരിയ, അതായത് ചതുപ്പ് നിലമാകരുത്. ചതുപ്പ് നിലമാകരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടനാട് പോലുള്ള സ്ഥലം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് നമുക്ക് സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കത് കേട്ടിട്ടുണ്ട്, മൊത്തം വയലുകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ, ചതുപ്പ് നിലങ്ങളാണ്. അപ്പോൾ ഒരു വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ആയിരിക്കും. ഓക്കെ, അത്യാവശ്യം ലെവലായിട്ടുള്ളതും ഹൈറ്റ് ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതേപോലുള്ള ചതുപ്പ് നിലങ്ങളിലും ഇങ്ങനെ ഒരു വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയാസിലും ഒക്കെ ആയിരിക്കും ഈ ഫ്ലഡൊക്കെ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം അത് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക.
നെക്സ്റ്റ് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1.5 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1.5 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ആയിരിക്കണം. കാരണം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് ആവശ്യമുണ്ട് വാട്ടർ. സോ അത് കിട്ടാത്ത ഒരു സ്ഥലം അത് ചൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ദെൻ സെലക്ടഡ് സൈറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഫാർ ആസ് ലാർജ് ഇനഫ് ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് എയർ ലൈറ്റ് ടു ദ ബിൽഡിംഗ്. നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇലക്ട്രിസിറ്റിയോ അതല്ല എന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ കത്തിച്ചോ അങ്ങനെയൊന്നും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ വെളിച്ചം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മളൊരു ബിൽഡിങ് പണിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിൽഡിങ്ങിനകത്ത് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ ഡോറും വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കയറണം. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞ് ഒരു വായു സഞ്ചാരം ഇല്ലാത്തൊരു സ്ഥലത്തൊരു ബിൽഡിങ്ങിൻ്റെ സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലൈറ്റോ അല്ലെങ്കിൽ എയറോ കിട്ടാത്ത ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒരു സൈറ്റ് സെലക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഈസി ആയിട്ട് അവിടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദ സൈറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എ ഡിപ്രഷൻ ആൻഡ് ഷുഡ് ഹാവ് എ ജനറൽ സ്ലോപ്പ് എവേ ഫ്രം ദ ബിൽഡിംഗ് ഫോർ ഈസി ഡ്രെയിനേജ്. അതായത് അങ്ങ് കുഴിയായി പോകാൻ പാടില്ല. എങ്കിൽ പോലും തൊട്ടടുത്ത്, അത് വീടിനോട് അടുത്ത് വേണമെന്നല്ല, പക്ഷെ ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടായിരിക്കണം. ഈ സ്ലോപ്പിംഗ് സർഫസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് വാട്ടർ, അതായത് വാട്ടറിൻ്റെ ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് വെള്ളമൊക്കെ ഒഴുകി പോകാൻ, ഇപ്പം മഴവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളറിയാം കുന്നിൻ്റെ മുകളിലൊക്കെ വീട് വെക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഒലിച്ച് താന്ന് അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു അത്യാവശ്യം സ്ലോപ്പിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാത്ത രീതിയിൽ അതിന് ഒലിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ സൈറ്റ് ഷുഡ് ബി പൊസസ് ഗുഡ് സോയിൽ അറ്റ് ദ റീസണബിൾ ഡെപ്ത് ഫോർ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ. ഒരു ബിൽഡിങ്ങിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ വേണം. ഓക്കെ, ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അത്യാവശ്യം സോയിൽ കണ്ടീഷൻ അല്ലെങ്കിൽ സോയിലുള്ള ഒരു സ്ഥലം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സോയിലിൻ്റെ എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിർത്താനുള്ള സോയിലിൻ്റെ എമൗണ്ട് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ ഡിസൈൻ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അത്യാവശ്യം സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ചുള്ള ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് വരും. നെക്സ്റ്റ് വരുന്നത് ദ സെലക്ടഡ് സൈറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് സ്പേസ് ടു അക്കോമഡേറ്റ് ഓൾ ദ എസെൻഷ്യൽ ആക്സസറീസ് റിക്വയർഡ് ഇൻ ദ ബിൽഡിംഗ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന് ആവശ്യമുള്ള എല്ലാ ആക്സസറീസിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. നമ്മളൊരു ബിൽഡിങ് ഒരു ബിൽഡിങ് നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്രീമാണ് ഒരു ബിൽഡിങ്. അതിപ്പോൾ ഏതൊരു ബിൽഡിംഗ് ആണെന്നും അതൊരു ഡ്രീമാണ്. സോ ആ ഒരു ഡ്രീമിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അതിനെ എല്ലാം ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ സൈറ്റ് ഷുഡ് നോട്ട് be located near workshop and factories since such locations are subject to noise and air pollution. അപ്പം അത് മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊന്നും നമ്മളൊരു ബിൽഡിംഗ് കൊണ്ടുപോയി പണിയാനായിട്ട് പാടില്ല. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ബിൽഡിംഗ് വരത്തില്ലേന്ന് ചോദിച്ചാൽ വരും. പക്ഷെ അത് ഇൻഡസ്ട്രീസ് മാത്രമായിട്ടുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ സിമെൻറ്റ് ഫാക്ടറി ആണെന്നുണ്ടെങ്കിലും സിമെൻറ്റ് ഫാക്ടറിയും അതേപോലെ തന്നെ വേറെ എന്താണ്, ഇപ്പം മരുന്നിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഫാക്ടറീസ് ആണ്. സോപ്പ്, ഡിറ്റർജൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുള്ള സ്ഥലം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ നോയ്സ്, അതേപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് പുറത്തു പോകുന്ന എയർ, ഇതൊക്കെ പൊല്യൂട്ടഡ് എയർ ആണ്. ഓക്കെ, ഈ പൊല്യൂട്ടഡ് എയർ ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരിക്കലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് പാടില്ല, ആൾക്കാർ താമസിക്കുന്നത്. അതേപോലെ ഷോപ്പിംഗ് കോംപ്ലക്സും പറ്റില്ല. ഓക്കെ, ആൾക്കാർക്ക് എപ്പോഴും വന്നു പോകുന്ന അല്ലെങ്കിൽ ആൾക്കാർ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് അവിടെ പാടില്ല. അതേസമയത്ത് ഇൻഡസ്ട്രിയൽസ് മാത്രം അങ്ങനെയുള്ള ബിൽഡിങ്സുകളൊക്കെ കൊടുക്കാം, സ്റ്റോറേജ് ബിൽഡിങ്സ് ഒക്കെ കൊടുക്കാം. അതൊക്കെ എപ്പോഴും ആളുകൾ അവിടെ താമസിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ സൈറ്റ് എലോങ് സീ ഷോർ ഈസ് ഗുഡ് ഫ്രം ദ entertainment point of view, but sea breeze is not good for the health and it may also lead to the corrosion of the metal fitting. അപ്പം അത് നമുക്കൊരു ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റിൻ്റെ ആവശ്യകത വരത്തുള്ളൂ. കാരണം നമ്മളാരും ഇതുപോലെ കടലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഒന്നും വലിയ വീടുകളൊന്നും വെക്കില്ല. പക്ഷെ അതേ സമയത്ത് ചില ഫ്ലാറ്റുകളും
ചില ഫ്ലാറ്റുകളൊന്നും തൊട്ടടുത്ത് കാണത്തില്ല, ചില ഫ്ലാറ്റുകളും അതേപോലെ ചില ഹോട്ടൽസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഈ സീയുമായിട്ട് തൊട്ടടുത്ത് കാണും. അതേപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ കുറേ പേരിങ്ങനെ എന്താണ് കടലിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. അപ്പം അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരുടെ സ്ഥലം അതാണ്, ഓക്കെ, അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അവിടെ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻ്റർടൈൻമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരിക്കലും ഈ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരെ ഉൾക്കൊള്ളിച്ചല്ല അല്ല പറയുന്നത്. കാരണം അവരുടെ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു സിറ്റുവേഷനോട് ഒത്തിണങ്ങി പോകുന്ന ബിൽഡിങ്സുകളായിരിക്കും. അതേസമയത്ത് ഹെവി ബിൽഡിങ്സ്, ഞാൻ ഈ പറഞ്ഞ ഹോട്ടലുകൾ പോലുള്ള ബിൽഡിങ്സുകൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടായിരിക്കും അവിടെ പണിയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഇപ്പോൾ ഹോട്ടലിൻ്റെ റൂമിൻ്റെ അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സീ കാണണം, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിലുള്ള ബിൽഡിങ്സുകളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കേസാണ് പറയുന്നത്. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സീ ബ്രീസ് എന്ന് പറയുന്നത് ഹെൽത്തിന് അത്രയും കംഫർട്ടബിൾ അല്ല. സോ അതുകൊണ്ട് നമുക്ക് അവിടെ താമസിക്കുന്ന വലിയ അനുയോജ്യമായിട്ടുള്ള കേസല്ല. അതേപോലെ തന്നെ കൊറോഷൻ, എന്താണ് ഉപ്പുവെള്ളം എപ്പോഴും കോണ്ടാക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റീല് അത് എന്തായി പോകും, കൊറോഡിയുള്ള എന്താണ് ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് the type of building is also affect the selection of site. For example, industrial building should be located outside the city, but residential building must be near to the school, hospital, public building, etc. അപ്പം നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ബിൽഡിംഗ് ആണ് അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതാണ് ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബിൽഡിങ്സുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിമോട്ടായിട്ടുള്ള ഏരിയ മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്സുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ബിൽഡിങ്സുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം വേണം നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളോ ഹോസ്പിറ്റൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ അതായത് ലൊക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിന് മാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഏത് ടൈപ്പിലുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പണിയാൻ ഉദ്ദേശിക്കുന്നത്, അത് സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത്രയുമൊക്കെയാണ് നമ്മളൊരു ബിൽഡിങ് നമ്മളൊരു സ്ഥലത്ത് പണിയാനായിട്ട് പോകുമ്പോൾ ഏകദേശം നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മളൊരു സാധാരണ ബിൽഡിങ് ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്. നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടാകും. നമ്മളൊരു സാധാരണ ബിൽഡിങ്, നമ്മുടെയൊക്കെ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണ് നമ്മളൊരു സ്ഥലത്ത് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി ആ സ്ഥലം നോക്കും. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വാട്ടർ ലോഗ്ഡ് ഏരിയ ആണോ, അത്യാവശ്യം ലെവൽ സർഫസ് ആണോ, അതേപോലെ തന്നെ റോഡിനടുത്താണോ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈ ഒക്കെ കിട്ടുന്ന സ്ഥലമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ നോക്കുന്നത് എന്താണ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ആക്സസറീസും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ. നമ്മളിപ്പോൾ ഒരു 3 റൂം 4 റൂം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതെല്ലാം ഇവിടെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുമോ, അതിനുള്ള ഏരിയ ഉണ്ടോ, ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കാറുണ്ട്. നെക്സ്റ്റ് പോകുന്ന കമ്പോണൻസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് ആണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. കമ്പോണൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില വേർഡുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഫെമിലിയറൈസ്ഡ് ആയിരിക്കും. അത്ര അറിയാത്ത വേർഡ്സുകളൊന്നും അല്ല ചിലത്. അപ്പം അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ അറിവുണ്ടാകില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകദേശം സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, കമ്പോണൻസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ബിൽഡിംഗ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വീടുകൾ തന്നെ നിങ്ങൾ ആലോചിച്ചാലും മതി. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, 2 പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്നെന്താണ് സൂപ്പർ സ്ട്രക്ചറും, ഒന്നെന്താണ് സബ് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്കതിനെ ഫൗണ്ടേഷൻ ഓർ സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല, സബ് സ്ട്രക്ചർ ബാർ ഫൗണ്ടേഷൻ. ഓക്കെ, ഈ 2 പാർട്സ് ആണുള്ളത്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് എബവ് ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. ദെൻ സബ് സ്ട്രക്ചർ, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ബിലോ ദി ഗ്രൗണ്ട് ലെവൽ.
ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ട് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബിൽഡിങ്ങിനകത്ത് ഏതൊക്കെ സാധനങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നോ അതെല്ലാം സൂപ്പർ സ്ട്രക്ചറും, നമുക്ക് കാണാൻ പറ്റാത്ത അതിനകത്ത് മണ്ണിനടിയിലേക്ക് പോകുന്ന സാധനങ്ങൾ എല്ലാം എന്താണ്? ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ ഇതിപ്പോൾ എന്താണ്? 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്താണ് സെക്ഷൻ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഈ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ ഇങ്ങനൊരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലേ, AB എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ നമ്മൾ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ലൈനിനെ നമ്മൾ ഈ ലൈനിലൂടെ നമ്മൾ ബിൽഡിങ്ങിനെ എന്ത് ചെയ്യുന്നു? അങ്ങ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറിജിനലി കട്ട് ചെയ്യുമെന്നല്ല, നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, കട്ട് ചെയ്യുക എന്ന് ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകിൽ ദാ ഈ സൈഡിലേക്ക് നോക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് നോക്കും. ഓക്കെ, നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ കട്ട് ചെയ്ത പോർഷനിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഫിഗറാണ് ദാണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിനെ ദാണ്ട് ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ആളിതാ ഒന്നുകിൽ ഇവിടെ നിൽക്കും, ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കും, ഈ ഡയറക്ഷൻ. അല്ലെങ്കിൽ ആളിതാ ഇവിടെ നിന്നിട്ട് ഈ ഡയറക്ഷനിലേക്ക് നോക്കും. നോക്കുമ്പോൾ ആ ബിൽഡിങ്ങിനെ എങ്ങനെ കാണാൻ പറ്റുന്നോ അതാണ് ഈ കാണിച്ചേക്കുന്ന ഫിഗർ, അതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു സാധനത്തിനെ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്തതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നു? ദാറ്റ് ഈസ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. താഴെ ഫൗണ്ടേഷൻ, താഴത്തെ ഫൗണ്ടേഷൻ ആണ്. സോ ഫൗണ്ടേഷൻ കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു ബേസ്മെൻറ്റ് കൊടുക്കും. അതേപോലെ തന്നെ ബേസ്മെൻറ്റിന് മുകളിൽ ഒരു പ്ലിന്ത് കാണാനായിട്ട് പറ്റും. പ്ലിന്ത് ഇതൊക്കെ ഫിഗറിനകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ദെൻ ആ പ്ലിന്തിന് തൊട്ട് മുകളിൽ, അപ്പോൾ പേരുകൾ ഓർക്കുക, ഏറ്റവും താഴെ വരുന്ന പോർഷൻ എന്താണ്? ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് മുകളിൽ ഒരു ബേസ്മെൻറ്റ്. ദെൻ ബേസ്മെൻറ്റിന് മുകളിൽ എന്താണ്? ഒരു പ്ലിന്ത് ഉണ്ടായിരിക്കും. ദെൻ ഈ പ്ലിന്തിന് മുകളിലായിട്ടായിരിക്കും എന്ത്? നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഫ്ലോറ് പണിയുന്നത്. സോ ഫ്ലോറ്, സോ അതിന് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം താഴേക്കാണ്, ഫ്ലോറിന് താഴേക്കാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഫ്ലോറിന് താഴേക്കാണ് വരുന്നത്. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ ഡോറ്, ആ ഡോറ് ഇതാണ്ടേ, ഇതാണ് ഡോറ്. ഇപ്പം ഈ ഡോറൊന്നും എക്സാക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റത്തില്ല, കാരണം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വരകൾ മാത്രമേ ഈ സെക്ഷനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പം എക്സാക്റ്റ് ആയിട്ട് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ ഒരു പൊട്ട് മാതിരി ഒരു കുത്തായിരിക്കും കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലൈൻസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്സാക്റ്റ് അവിടെ ഡോറൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. സോ ഡോർ ഉണ്ടാകും. പിന്നെ അതിന് മുകളിൽ എന്തുണ്ട്? സൺഷെയ്ഡ്. സൺഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെയൊക്കെ വീടുകളിൽ വിൻഡോ ഉണ്ട് അല്ലേ? ജസ്റ്റ് വിൻഡോ ഒന്ന് ഇമാജിൻ ചെയ്യുക. വിൻഡോയുടെ പുറത്തേക്ക് ഒരു ചെറിയ ഒരു സ്ലാബ് തള്ളി നിൽക്കുന്നതുണ്ടായിരിക്കും ചില വീടുകളിൽ കാണില്ല, പക്ഷെ ചില വീടുകളിൽ കാണാറുണ്ട്. ഇപ്പം നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് നേരത്തെ സ്ലാബായിട്ട് വാർത്തിടാറുമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷീറ്റ് പ്രൊജക്റ്റ് ചെയ്തിടാറുമുണ്ട്. ഇപ്പം പണ്ട് വെക്കാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സൺഷെയ്ഡിന് മുകളിൽ ലിഞ്ചൽ, ഇതൊക്കെ ഫിഗർ കാണിക്കാം. ലിഞ്ചൽ, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ദെൻ അതിന് മുകളിലേക്ക് പോകുമ്പോൾ റൂഫ്. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ എഗൈൻ സൺഷെയ്ഡ്. ദെൻ മുകളിൽ റൂഫ്. ദെൻ മുകളിൽ പാരപ്പറ്റ്. അപ്പം ഇത്രയുമാണ് ഒരു കമ്പോണൻസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ വരച്ച് എഴുതേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെ ഒരു ബിൽഡിങ് വരയ്ക്കുക. ദെൻ ഇങ്ങനെ ഒരു സെക്ഷൻ കാണിക്കാം. ആ സെക്ഷൻ അത് താഴെ ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, പ്ലിന്ത്, ഫ്ലോറ്. ദെൻ ഈ ഡോറ് ഇവിടെ കണ്ടോ, 2 ലൈനാണ് ഡോറ്. ദെൻ മുകളിൽ സൺഷെയ്ഡ്. ഇതാണ് സൺഷെയ്ഡ്. ഇതാണ്ട് ഈ വിൻഡോയുടെ അല്ലെങ്കിൽ ഡോറിൻ്റെ മുകളിൽ കൂടെ ഇതാണ്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോയേക്കുന്നത് കണ്ടോ, അതാണ് അവിടുത്തെ സൺഷെയ്ഡ്. അതിന് മുകളിലായിരിക്കും ലിൻഡൽ കൊടുക്കുന്നത്. ദെൻ അതിന് മുകളിലായിരിക്കും റൂഫ്. ഇതാ ഇവിടെയാണ് റൂഫ്. ദെൻ എഗൈൻ മുകളിലേക്ക് പോകുന്നു. അവിടെ താണ്ടേ ഇതിവിടെ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ലൈൻ ആയിരിക്കും ഇവിടെ സൺഷെയ്ഡ്. ദെൻ എഗൈൻ റൂഫ്. ദെൻ മുകളിലേക്ക് വരുന്നത് പാരപ്പറ്റ്. പാരപ്പറ്റ് എന്ന് പറയുന്നത് ഈ മുകളിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മൾ എക്സാമിന് വരയ്ക്കേണ്ട ഫിഗർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതാ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്ട് ഇവിടെ തൊട്ട് മുകളിലേക്കുള്ള ഫൗണ്ടേഷന് മുകളിലേക്ക് വരുന്ന ഇത്രയും പോർഷൻസ് ആണ് സൂപ്പർ സ്ട്രക്ചർ. താഴേക്ക് വരുന്നത് എന്താണ്? ഫൗണ്ടേഷൻ. ഓക്കെ,
സൂപ്പർ സ്ട്രക്ചർ മുകളിലേക്ക് പോകുന്നു, ദെൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് താഴേക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോറിന് താഴെയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് സബ്സ്ട്രക്ചറായിട്ട് പറയാം. കാരണം അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എന്നാൽ ഫ്ലോറിന് താഴെയാണ്. മനസ്സിലായോ? ഫ്ലോറിന് താഴെയുമാണ്, പക്ഷേ നമുക്കതെന്താണ്, ഗ്രൗണ്ടിലേക്ക് നിൽക്കുകയും കൂടെയാണ്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിൽ പഠിച്ചു വെച്ചിരുന്നാലും മതി. ഏതാണ്ട് ഈ ഒരു ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന എല്ലാം എന്താണ്, സൂപ്പർ സ്ട്രക്ചറും, ദെൻ ഇവിടുന്ന് താഴേക്ക് വരുന്നത് മണ്ണിനടിയിൽ എക്സാക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത്. മറ്റേത് നമുക്ക് ബേസ്മെൻ്റൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ ഫ്ലോറിന് താഴെയാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഫ്ലോറിന് താഴെയാണ്, പക്ഷേ ബേസ്മെൻറ്റ് നമുക്ക് പുറത്ത് കാണാനായിട്ട് പറ്റും. സോ ഇവിടുന്ന് താഴേക്ക് വരുന്ന മണ്ണിനടിയിലേക്ക് പോകുന്ന സാധനങ്ങൾ ഫൗണ്ടേഷൻ. ഓക്കെ, ഇപ്പോൾ സൂപ്പർ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് പറയുന്നത്. ദ പാർട്ട് ഓഫ് ദി സ്ട്രക്ചർ വിച്ച് എബവ് ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്. അപ്പം ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് വരുന്നത്. ഗ്രൗണ്ട് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് പോകുന്ന ഇത്രയും സാധനങ്ങൾ സൂപ്പർ സ്ട്രക്ചറാണ്. അപ്പം അതിനകത്ത് ആരൊക്കെ വരും? പ്ലിന്ത് വരും, ബേസ്മെൻറ്റ് വരും, ഫ്ലോറ് വരും, ഡോറ് വരും, സൺഷെയ്ഡ് വരും, ലിൻഡൽ വരും, റൂഫ് വരും, സൺഷെയ്ഡ്, റൂഫ്, പാരപ്പറ്റ്. ഇത്രയും കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്ട്രക്ചറാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് നോക്കാം. പ്ലിന്ത്, ദെൻ വാൾസ് ആൻഡ് കോളംസ്. ഓക്കെ, ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോറ്, അപ്പർ ഫ്ലോറ്, ഡോറ്, വിൻഡോ, വെന്റിലേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ സൂപ്പർ സ്ട്രക്ചറായിട്ട് വരും. എന്തൊക്കെയാണ്? പ്ലിന്ത് വരും, പിന്നെന്താണ്, നമ്മൾ ഭിത്തി, അതേപോലെ തന്നെ കോളംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിന് പകുതിയൊക്കെ ആക്കി നിർത്തിയിരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് തൂണുകൾ പണിഞ്ഞിട്ടേക്കുന്നുണ്ടാകും. സോ ആ തൂണുകളെയാണ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബേസ്മെൻറ്റ് കാണിച്ചു, ഗ്രൗണ്ട് ഫ്ലോറും അപ്പർ ഫ്ലോറും. ഈ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറും അപ്പർ ഫ്ലോറും. ഓക്കെ, ഇത് ഫ്ലോറാണ്, ഇത് അപ്പർ ഫ്ലോറാണ്, ഇത് റൂഫും കൂടെയാണ്. ഓക്കെ, ഇതൊരു ഫ്ലോറാണ്, ഈ ലെവലിൽ ഒരു ഫ്ലോറാണ്. ദെൻ ഇവിടെയും ഫ്ലോറാണ്, കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ചവിട്ടിയാണ് നിൽക്കുന്നത്. സോ ഇത് അപ്പർ ഫ്ലോറാണ്, ഇതെന്താണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു നില മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് റൂഫാണ്. മനസ്സിലായോ? സോ ആ രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോറ്, അപ്പർ ഫ്ലോറ്, ഡോറ്, വിൻഡോയ്, വെന്റിലേറ്റേഴ്സ്. ഓക്കെ, വെന്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിനകത്തൊക്കെ കൊടുക്കുമല്ലോ. നമ്മളവിടെ വിൻഡോ ആണോ കൊടുക്കുന്നത്? അല്ല, കുറച്ച് ഹൈറ്റിൽ മാറിയിട്ട് ഒരു ചെറിയ ജനൽ മാതിരി കൊടുക്കും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് വെന്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ റൂഫ്, സ്റ്റെയർ, ഓക്കെ, ലിൻഡൽ, സൺഷെയ്ഡ്. പിന്നെ ബിൽഡിംഗ് ഫിനിഷസ് ലൈക്ക് പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, വൈറ്റ് വാഷിങ്, ഫ്ലോറിങ് എക്സെട്ര. ഈ കാര്യങ്ങളെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത്. ദെൻ സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ അതിനെ സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നുള്ളത് ഒരു കോമൺ നെയിമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ട്രക്ചർ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് മാത്രം പറഞ്ഞാലും മതി. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ആ സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഗ്രൗണ്ട് ലെവലിന് താഴോട്ട് വരുന്ന പോർഷൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലോവർ പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ദി സപ്പോർട്ടിംഗ് സോയിൽ. സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന, അതായത് മുകളിൽ നിന്ന് വരുന്ന എല്ലാ ലോഡ്സും, ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയാം. ഇവിടെ എന്താണ്, സൺഷെയ്ഡ് ഉണ്ട്, റൂഫ് ഉണ്ട്, ലിൻഡൽ ഉണ്ട്, ഡോർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ലോഡ് എങ്ങോട്ടേക്ക് വരും? താഴോട്ടേക്ക് വരും. ഈ വരുന്ന ലോഡിനെ സോയിലിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, then a foundation is therefore that as a part of the structure which is in direct contact with the ground to which the loads are transmitted. നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഏറ്റവും കോണ്ടാക്റ്റ് ഉള്ളതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഫൗണ്ടേഷൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന എല്ലാ ലോഡിനെയും താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ മണ്ണിനകത്തേക്ക് ഈക്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഓക്കെ,
അപ്പം ഫൗണ്ടേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പ്ലിന്ത് ആണ്. പ്ലിന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആൻഡ് എബവ് ദി ലെവൽ ഓഫ് ദി ഗ്രൗണ്ട്. ഓക്കെ, ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ ദി സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർസ്ട്രക്ചർ. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും. പ്ലിന്ത് നമ്മുടെ ഫ്ലോറിന് തൊട്ട് താഴെ കൊടുക്കും, എന്നാൽ ഒട്ട് ഫൗണ്ടേഷന് മുകളിലാണ്. ക്ലിയർ ആയോ? സോ ഇങ്ങനെ കൊടുക്കുന്നതാണ് പ്ലിന്ത്. ഇതെന്താണ്? സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറും തമ്മിലൊരു ഡിവൈഡിങ് ലൈൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, then the height of the plinth should be such that there should not be any possibility of rainwater to enter the ground floor. അപ്പം നമ്മുടെ പ്ലിന്തിന് ചെയ്യുന്ന ഒരു അതായത് നമ്മൾ ഒരു പ്ലിന്താണ് ഒരു ഫ്ലോറിനെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലിന്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വാട്ടർ പോയിട്ട് ബാക്കിയുള്ള ബേസ്മെൻറ്റ് ഫ്ലോറിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ഇപ്പം എപ്പോഴും വെള്ളമൊക്കെ വരുന്ന സമയത്ത് മഴവെള്ളവും റെയിൻ വാട്ടറും അങ്ങനെ എന്തെങ്കിലും ടൈപ്പുള്ള വെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഗ്രൗണ്ട് ഫ്ലോറിനകത്തേക്ക് പോകാത്ത രീതിയിൽ, ആ നനവ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു പ്ലിന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത്. മനസ്സിലായോ? നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. ഓക്കെ, കുറച്ചുകൂടെ കമ്പോണൻസ് ഓഫ് ദ ബിൽഡിംഗ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാണ്. ദെൻ ഫൗണ്ടേഷൻ, ഗൈൻ ഫൗണ്ടേഷൻ, ഇതാ ഇവിടെ ബേസ്മെൻറ്റ്, ഇവിടെ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ പ്ലിന്ത്. ഓക്കെ, എന്താണ്ടേ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ പ്ലിന്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോർ ഫിനിഷ് കൊടുക്കുന്നത്. അതാണ്ടേ ഫ്ലോർ ഫിനിഷ് എന്ന് പറയുന്നത് മൊസൈക്ക്, ടൈല് പോലുള്ള സംഭവങ്ങൾ ഒക്കെ. പ്ലിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ കെട്ടുന്നതാണ്. അപ്പോൾ ആ ബെൽറ്റ് കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? താഴെ വാട്ടർ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോറിനകത്തേക്ക് വാട്ടർ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ മുകളിൽ ഡോറ്, ലിൻഡല്, വോളാണ്, ദെൻ റൂഫ്. ഓക്കെ, പാരപ്പറ്റും കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആ പ്ലിന്ത് എവിടെയാണ് വരുന്നത്? ബേസ്മെൻറ്റിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡോറാണ്. ഡോറിൻ്റെ എന്താണ് പ്രത്യേകത? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഡോർ എന്ന് പറയുന്നത്. Opening provided in wall of the building to connect the internal rooms and also used as a means of free movements inside and outside the building. It is made up of steel, wood, etc. ഇപ്പോൾ ഡോർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് അകത്തേക്കും പുറത്തേക്കും, ഒരു ബിൽഡിങ്ങിനകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് കൊടുക്കുന്നത് എവിടെയാണ്? നമ്മുടെ വോളിൽ, ഭിത്തികളിലാണ്. ഈ ഒരു വോള് ഭിത്തികളിലാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഡോറ് കൊടുത്തേക്കുന്നത് അല്ലേ? നമുക്കിത് സ്റ്റീലിലും അതേപോലെ വുഡിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഉണ്ടാക്കാനായിട്ട് പറ്റും. വിൻഡോസ് ആർ പ്രൊവൈഡഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഡോർ ലെവൽ, whereas ventilators are provided on the top of the wall that is very near the roof level. അപ്പോൾ ഇവിടെ ഡോർസ്, വിൻഡോസ് അങ്ങനെ പറയാം. ഡോറും വിൻഡോ എല്ലാം ഓപ്പണിംഗ് ആണ്. അതേപോലെ വെന്റിലേറ്റേഴ്സും ഓപ്പണിംഗ് ആണ്. ഡോറ് നമ്മളിത് എന്തായാലും ഇമാജിൻ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട് ഇമാജിൻ ചെയ്യുക. സോ അവിടുത്തെ ഡോറ് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിൻഡോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. വിൻഡോ എപ്പോഴും ഡോറിൻ്റെ മുകളിൽ, ആ ലെവലിൽ നിന്ന് തന്നെയായിരിക്കും വിൻഡോ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഡോർ ലെവലിൽ തന്നെയായിരിക്കും വിൻഡോസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതേ സമയത്ത് വെന്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത് അത് വലിയൊരു ഓപ്പണിംഗ് അല്ല, ഒരു ചെറിയ ഓപ്പണിംഗ് ആയിരിക്കും. അതെപ്പോഴും നമ്മുടെ റൂഫിന് തൊട്ട് താഴെയായിട്ടായിരിക്കും എപ്പോഴും വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത് ബാത്റൂമിനൊക്കെയാണ് സാധാരണയായിട്ട് വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഡോർ പറഞ്ഞു, വിൻഡോയും ഓപ്പണിംഗ് ആണ്, വെന്റിലേറ്റേഴ്സും ഓപ്പണിംഗ് ആണ്. അതേപോലെ തന്നെ വിൻഡോ എന്ന് പറയുന്നത് ഡോറ് നമ്മൾ ഏത് ഹൈറ്റിൽ നിന്നാണ് ഡോറ് തുടങ്ങിയേക്കുന്നത്, ആ സെയിം ഹൈറ്റിൽ നിന്നുമായിരിക്കും വിൻഡോസും തുടങ്ങിയേക്കുന്നത്. ദെൻ വെന്റിലേറ്റർ എന്ന് പറയുന്നത് റൂഫിനോട് തൊട്ടടുത്തായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. എടുത്ത് പറയുകയാണ്.
opening provided in the outer wall of the building for the entry of light and air to the room. അപ്പം ഡോറും വെന്റിലേറ്റേഴ്സും എന്താ വിൻഡോയും ഒക്കെ ഓപ്പണിംഗ് ആണ്. വെന്റിലേറ്റേഴ്സും വിൻഡോയും കൊടുക്കുന്ന പൊസിഷൻ പറഞ്ഞു, പക്ഷെ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഓക്കെ, ഇത് കൊടുക്കുന്നതിൻ്റെ റീസൺ നമുക്ക് എയറും അതേപോലെ തന്നെ ഫ്രഷ് എയറും അതേപോലെ ലൈറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെന്റിലേറ്റേഴ്സ് ആർ ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഇൻ ദ ഔട്ടർ വാൾ ഫോർ ദ എസ്കേപ്പ് ഓഫ് ഫൗൾ ഗ്യാസസ് ഫ്രം ദ റൂംസ്. നമ്മുടെ റൂമിനകത്ത് ഉണ്ടാകുന്ന ഫൗൾ ഗ്യാസസിനെ ഒക്കെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലിൻഡലാണ്. എ ഹൊറിസോണ്ടൽ structural member provided over the door, window or other opening so as to transfer the load carried by the wall above the opening to supporting the wall on either side of the opening. എന്ത് മനസ്സിലായി? എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നത്, നേരെ, അതായത് ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ, ഒരു എക്സ് ആക്സിസ് പോലെയാണ് ഇരിക്കുന്നത്. അതാണ് ഹൊറിസോണ്ടൽ മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന എവിടെയാണ്? ഡോറ്, വിൻഡോയ്, അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഉണ്ടല്ലോ, ഡോറും വിൻഡോ പോലുള്ള ഓപ്പണിങ്സിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തിനാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? സോ ആസ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ക്യാരീഡ് ബൈ ദ വോൾ എബവ് ദ ഓപ്പണിംഗ് ടു ദ സപ്പോർട്ടിംഗ് വോൾ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഓപ്പണിംഗ്. അതായത് ഇതാ ഈ ഒരു ഫിഗറിനകത്ത് മനസ്സിലാക്കണം. ഇതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഡോറാണ്, ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇതാണ് ഈ കൊടുത്തേക്കുന്ന, ഇതിനെ കണ്ടോ, ഇതാണ് ലിൻഡൽ. നമ്മുടെ ഡോറിൻ്റെയും വിൻഡോയുടെയും ഒക്കെ തൊട്ട് മുകളിൽ ഈ സാധനം ഇരിപ്പുണ്ട്. നമുക്ക് പക്ഷേ അത് കാണാൻ, പണിയുന്ന വീടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും, പക്ഷെ പണിഞ്ഞ് കഴിഞ്ഞൊരു വീടാണെങ്കിൽ നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആ വിൻഡോയുടെയും അതേപോലെ ഡോറിൻ്റെയും ഫ്രെയിം, കട്ടള മാത്രമേ കാണാൻ പറ്റില്ല, കട്ടളയ്ക്ക് മുകളിൽ പോകുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പണിംഗ് ആണ് അല്ലേ, ഇവിടെ ഇത്രയും പോർഷൻ ഓപ്പൺ ചെയ്തിടുകയാണ്. ഇതിന് തൊട്ട് മുകളിൽ വരെ നമ്മളിവിടെ എന്ത് ചെയ്തേക്കാണ്? ഒരു വോള് കെട്ടി നിർത്തിയേക്കുവാണ്. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ ഇവിടെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഹോളാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആണ്, അവിടെ മെറ്റീരിയൽ ഒന്നുമില്ല, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അത് പൊളിഞ്ഞു പോകും. സോ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോഡിനെ സേഫായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിംഗ് മെമ്പറാണ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ലിൻഡൽ മേ ബി മേഡപ്പ് ഓഫ് ടിമ്പർ, സ്റ്റോൺ, സ്റ്റീൽ ഓർ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ്, കോൺക്രീറ്റ്. അതായത് നമുക്കിത് ടിമ്പറിൽ പണിയാം, സ്റ്റോണിൽ പണിയാം, സ്റ്റീലിലും പണിയാം, അതേപോലെ തന്നെ RCC, അതാണ് കമ്പിയിട്ട് വാർത്തെടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സൺഷെയ്ഡ് ആണ്. ദ സ്ലാബ് പ്രൊജക്റ്റിംഗ് ഫ്രം ദി എക്സ്റ്റേണൽ വോൾ ജസ്റ്റ് എബവ് ദി ഡോർ, വിൻഡോ ആൻഡ് വെന്റിലേറ്റേഴ്സ്. ഓക്കെ, ഒരു സ്ലാബ് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. അപ്പം നമ്മുടെ വിൻഡോയുടെയും വെന്റിലേറ്റേഴ്സിൻ്റെയൊക്കെ പുറത്തേക്ക് നോക്കിയാൽ മതി, അതായത് റൂമിനകത്ത് വെച്ചിട്ടല്ല, റൂമിന് പുറത്തേക്ക് നോക്കുക, ഒരു ചെറിയൊരു സ്ലാബ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അതാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഡോർ, വിൻഡോ ഫ്രം ദി സൺലൈറ്റ് ആൻഡ് റെയിൻ. ഓക്കെ, കണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത്? സൺഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് വോളാണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ വോൾ ടു ഡിവൈഡ് ദ സ്പേസ് ഓഫ് ദ ബിൽഡിംഗ് ടു മേക്ക് ഇറ്റ് മോർ ഫങ്ഷണൽ ആൻഡ് യൂസ്ഫുൾ. വോൾ എന്ന് പറഞ്ഞാൽ ഭിത്തി. ഭിത്തിയുടെ ഉദ്ദേശം എന്താണ്? ഒരു ബിൽഡിങ്ങിനകത്ത് അകത്തൊന്നും ഭിത്തിയില്ല, അപ്പോൾ എന്താണ്, അതൊരു വലിയൊരു റൂമായിട്ട് കിടക്കും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കിച്ചൺ, എന്താണ്, 2 ബെഡ്റൂം, ബാത്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈക്വലൻ, അതായത് നമുക്കൊരു സ്പേസിങ്, ഓരോ സ്പേസ് ആയിട്ട്, സെപ്പറേറ്റ് സ്പേസ് ആയിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമുള്ളൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? വോൾ എന്ന് പറയുന്നത്. വോൾ പ്രൊവൈഡ് പ്രൈവസി, അഫോർഡ് സെക്യൂരിറ്റി ആൻഡ് ഗീവ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഹീറ്റ്, കോൾഡ്, സൺ ആൻഡ് റെയിൻ. നമ്മളിതിനുള്ളിൽ ഈ ഔട്ടർ വോളിനകത്തുനിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏതൊക്കെ കാരണത്തിൽ? ചൂട്, തണുപ്പ്, അതേപോലെ തന്നെ സൂര്യപ്രകാശം, അല്ലെങ്കിൽ വെരി ഹെവി ആയിട്ട് വരുന്ന സൺലൈറ്റ് അല്ലെങ്കിൽ റെയിൻ, ഇതൊന്നും കൊള്ളാതെ നമുക്കൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. വോൾ ട്രാൻസ്ഫർ ലോഡ് ഓഫ് റൂഫ് ആൻഡ് ലൈവ് ലോഡ് എബവ് ഇറ്റ് ടു ദി ഫൗണ്ടേഷൻ. വോള് എന്തെടുക്കാറുണ്ട്? മുകളിൽ നിന്ന് വരുന്ന ഈ വോളിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ എലമെൻസിൻ്റെയും ലോഡ്സിനെ അത് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഫൗണ്ടേഷനകത്തേക്ക്. നെക്സ്റ്റ് വരുന്നത് കോളമാണ്. ആൻ ഐസൊലേറ്റഡ് വേർട്ടിക്കൽ ലോഡ് ബെയറിംഗ് മെമ്പർ. ഓക്കെ, അതൊരു ലോഡ് ബെയറിംഗ് മെമ്പറാണ്. കോളം എന്ന് പറയുന്നത് തൂണ്.
നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്ന ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആദ്യം നമ്മൾ എന്താണ് തൂണ് കെട്ടി നിർത്തും അല്ലേ. തൂണ് കെട്ടി നിർത്തിയതിന് ശേഷം ആ തൂണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബീം വാർക്കും അല്ലേ, ബീം കെട്ടും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കൊണ്ടുപോയി കട്ട കെട്ടി നമ്മൾ ബിൽഡിങ് പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ, ആദ്യം എന്താണ് കോളം, അതായത് തൂണ് കെട്ടും ബീം ഇട്ടും അതിനിടയ്ക്ക് ഉള്ള ഓപ്പണിംഗ് സ്പേസിനകത്ത് നമുക്ക് വോൾ പണിയാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ബിൽഡിംഗ് ചെയ്യുന്നത്. സോ ഈ തൂണിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ബീമും കോളവുമാണ് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത്. മുകളിൽ അതായത് റൂഫിനകത്തുനിന്ന് വരുന്ന ലോഡിനെ ബീം വഴി കോളത്തിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കോളം താഴേക്ക് കൊണ്ടുവന്ന് ഫൗണ്ടേഷനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ലോഡിൻ്റെ ട്രാൻസ്ഫറിങ് ഒരു ബിൽഡിങ്ങിനകത്ത് നടക്കുന്നത്. ക്ലിയർ ആയോ? ദ വിഡ്ത്ത് ഓഫ് വിച്ച് ഇസ് നെയ്തർ ലെസ് ദാൻ ഇറ്റ്സ് തിക്നെസ് ഓർ നോട്ട് മോർ ദാൻ 4 times ഓഫ് ഇറ്റ്സ് തിക്നെസ്. അപ്പം ഒരിക്കലും അതിൻ്റെ നമ്മൾ എടുക്കുന്ന കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ലെസ് ദാൻ ഇറ്റ്സ് തിക്നെസ്സിനെക്കാട്ടി കുറഞ്ഞും പോകരുത്, എന്നാൽ ഒട്ട് കൂടുതലും ആയി പോകരുത്, 4 times ഓഫ് ദ തിക്നെസ്. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീമും ഉണ്ടാകും, മുകളിൽ സ്ലാബ് ഉണ്ടാകും. സ്ലാബാണ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോർ ആണ്. ഫ്ലോർ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശം? ഹൊറിസോണ്ടൽ എലമെൻറ്റ് വിച്ച് ഡിവൈഡ് ദ ബിൽഡിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽ for the purpose of creating more accommodation within the restricted space one above the other. അപ്പോൾ നമുക്ക് 2 story ബിൽഡിംഗ് ഉണ്ട്, ചെറിയ ഒരു സ്ഥലം, നമുക്ക് 2 നില വീട് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമുള്ള നമുക്ക് കുറച്ചുകൂടെ അക്കോമഡേഷൻ വേണം. ആ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഒരു വലിയ ബിൽഡിങ്ങിനെ നമുക്ക് തട്ടായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് എലമെൻ്റ് ആണ് ഫ്ലോർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ നമുക്ക് മാക്സിമം അക്കോമഡേഷൻ ആക്കി മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 2 ഫ്ലോർ ആക്കി തിരിക്കണം. അപ്പം ഡിവൈഡ് ചെയ്ത് ഓരോ ഫ്ലോറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഫ്ലോർ എന്ന് പറയുന്നത്. ഓരോ ഫ്ലോർ എന്ന് പറയുന്നത് ഓരോരോ ലെവലാക്കി മാറ്റാം, ഓരോ തട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എലമെൻ്റ് ആണ്, ഒരു ഹൊറിസോണ്ടൽ എലമെൻ്റ് ആണ് ഫ്ലോർ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ ഓക്യുപ്പൻസ് ഫേർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ്. നമുക്ക് ബിൽഡിങ്ങിനകത്ത് വയ്ക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അത് അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കുന്നു. ദ ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ ഗ്രൗണ്ട് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് ഫ്ലോർ. ഓൾ അതർ ഫ്ലോർ വിച്ച് ആർ എബവ് ദി ഗ്രൗണ്ട് ഫ്ലോർ ഈസ് നോൺ ആസ് അപ്പർ ഫ്ലോർ. അപ്പം നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നു. ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലോട്ടുള്ള ഫ്ലോർസിനെ അപ്പർ ഫ്ലോർസ് എന്നാണ് പറയുന്നത്. The floors of the first story is known as first floor and the second story is known as second floor. First storyയുടെ ഫ്ലോറിനെ ഫസ്റ്റ് ഫ്ലോർ എന്നും അത് കഴിഞ്ഞിട്ടുള്ളതിനെ സെക്കൻഡ് ഫ്ലോർ എന്നും അങ്ങനെ പറഞ്ഞു പോകുന്നു. In case part of the building is constructed below the ground level or building has basement, the floor is known as basement floor. ഇപ്പോൾ നമ്മൾ ചില ഷോപ്പിംഗ് കോംപ്ലക്സും അതേപോലെ തന്നെ ഷോപ്പിംഗ് മോളുകളിലും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്നതിന് താഴെ ഒരു എന്തുണ്ടായിരിക്കും? ഒരു ഫ്ലോർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. കാർ പാർക്കിംഗ് ആകാം, അങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ചെന്ന് കയറുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളുടെ തൊട്ട് താഴെ നമ്മൾ ചെന്ന് കയറുന്നത് കറക്റ്റ് ഗ്രൗണ്ട് ലെവലിലൊക്കെ ആയിരിക്കും, പക്ഷേ അതിന് താഴെ എന്തുണ്ടായിരിക്കും? ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അവിടെ വീണ്ടും വല്ല ഷോപ്പിംഗ് ഏരിയ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല റിക്രിയേഷണൽ ഏരിയ, പാർക്ക് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അതല്ലാതെ ചില കേസസുകളിൽ അതെന്താണ്? കാർ പാർക്കിംഗ് ഒക്കെ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന സ്ഥലത്തിന് ബേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അവിടുത്തെ ഫ്ലോറിനെ ബേസ്മെൻറ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ, എവറി ഫ്ലോർ ഹാസ് എ സ്ട്രക്ചറൽ കമ്പോണൻറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ദ സബ് ഫ്ലോർ. സബ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is a structural component and which support all the loads and flooring material like marble, tiles, mosaic. അപ്പം സബ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ്, നമ്മുടെ സാധാരണ ഫ്ലോർ തന്നെ. ആ ഫ്ലോറ് അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം
നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെയും ഫ്ലോർ ഉണ്ട്. അതിന് മുകളിൽ നമ്മൾ ടൈല്, ഗ്രാനൈറ്റ്, മൊസൈക്ക് ഇതെല്ലാം ഇടാറുണ്ട്. ഇതിനെ എല്ലാം അത് എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്യുന്നു. സോ ആ ഒരു സ്പേസ് ആണ് സബ് ഫ്ലോർ എന്ന് പറയുന്നത്. ദെൻ ഫ്ലോറിംഗ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിംഗ് കൺസിസ്റ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്ലോർ ഫിനിഷ്. ഫ്ലോർ കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് സ്യൂട്ടബിൾ ഫിനിഷസ് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഫ്ലോർ കവറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് വരുന്നത് റൂഫ്. ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ്, ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ്. ഇറ്റ് ഈസ് കവറിംഗ് provided on the top of the building with a view to keep out rain, snow, sun and window and protect the building from the adverse effect. നമുക്കൊരു അംബ്രല്ല ആയിട്ട് നിൽക്കുന്നതാണ് റൂഫ്. നമുക്ക് എന്താണ് മഴയ്ക്കകത്തു നിന്നും അതേപോലെ തന്നെ സൂര്യൻ അതിൻ്റെ ആ ഒരു ഡയറക്റ്റുള്ള ഇമ്പാക്റ്റിൽ നിന്നും സ്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അംബ്രല്ല ആണ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആസ് എ ഫ്ലോർ, റൂഫ് കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻറ്റ്സ്. ഫ്ലോറിനെ പോലെ നമുക്ക് റൂഫിനെയും തിരിക്കാം. റൂഫ് ഡെക്കിംഗ് ആൻഡ് റൂഫ് കവറിങ്. അതായത് നമുക്ക് റൂഫ് ജസ്റ്റ് നമ്മളെന്താണ് ജസ്റ്റ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യും അല്ലേ? കോൺക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് അതല്ലാതെ നമ്മൾ അതിന് മുകളിൽ ഫിനിഷസ് കൊടുക്കും. അതായത് ഉള്ള റൂഫിനെ എന്താണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിനിഷസ് കൊടുക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്റ്റീൽ റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പി ഇങ്ങനെ വെൽഡ് ചെയ്ത് നിർത്തും. അതിന് മുകളിൽ നമ്മൾ എന്താണ് ഷീറ്റ് കവറിങ് കൊടുക്കും, ഷീറ്റ് കൊടുത്തിട്ടും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കോൺക്രീറ്റ് റൂഫുണ്ട്, കോൺക്രീറ്റ് റൂഫിനകത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ ഓട് പോലത്തെ സാധനം ഉണ്ടാകുന്നുള്ളൂ, ചെറിയ ഒരു സ്ക്വയർ ഓട്സ്. ആ ഓടുകൾ എന്ത് ചെയ്യും? അതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് വെക്കും, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. Roof decking is a structural component which supports the roof covering. Roof decking may either be flat or sloping. Flat or sloping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിലേ അതെന്താണ് കറക്റ്റ് നേരെ ലെവലിൽ കിടക്കുക. അതേസമയം നമ്മൾ ഓടിട്ട റൂഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ഒരു സ്ലോപ്പിംഗ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നടക്കും. അപ്പോൾ 2 രീതിയിൽ നമ്മൾ റൂഫ് പണിയാറുണ്ട്. The roof roofing is provided on the roof deck to safeguard and building against the weather effect. This may be in form of tiles, thatch covering, slate and corrugated sheet of galvanized iron, asbestos, cement, etc. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂഫ് കവറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൈല്, അതാണ് പറഞ്ഞത്, ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ഓടുകൾ, അതാണ് ടൈലെന്ന് ഉദ്ദേശിക്കുന്നത്, ടൈലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കച്ചി, നമ്മൾ ചെറിയ കേസാണെന്നുണ്ടെങ്കിൽ കച്ചി ഇട്ട് റൂഫ് ചെയ്തേക്കുന്നുണ്ട്, അത് ചെയ്യാറുണ്ട്. ചെറിയ സ്ലേറ്റ്, ഒരു സ്റ്റോണാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. സോ അതിട്ട് നമ്മൾ റൂഫ് കവർ ചെയ്യാറുണ്ട്. പിന്നെ ഷീറ്റ് ഇട്ട്, കൊറുഗേറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഏറിയും കുറഞ്ഞും ഒരു സിക്സാഗ് മാനറിൽ കിടക്കുന്ന ഷീറ്റ്, അതിനെയാണ് കൊറുഗേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ ആസ്ബെറ്റോസ്, സിമെൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇടുന്ന ഒരു കവറിങ്, ആ ഒരു കവറിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അഡ്വേഴ്സ് എഫക്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ് റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇവിടെ റൂഫ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്ലോപ്പിംഗ് റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഫ്ലാറ്റ് റൂഫാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റെയർസ്. A stair may be defined as a series of steps suitably arranged for the purpose of connecting different floor of building. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഓരോ ഫ്ലോറ് നമുക്ക് എന്താണ്, താഴെ ഒരു നില മുകളിൽ ഒരു നില, അതാണ് ഫ്ലോറ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ തട്ടായിട്ട് ഇട്ടിരുന്ന താഴത്തിന് അതൊന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടി, അതാണ് സ്റ്റെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൈറ്റ് ഓഫ് ദ സ്റ്റെപ്പ്, നമ്മുടെ വീട്ടിലെല്ലാം സ്റ്റെയർസ് ഉണ്ടാവും അല്ലേ? അപ്പം ആ സ്റ്റെയറിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 25 to 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത് ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന വാല്യൂസ് ആണ്. ഇത് രണ്ട് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ദെൻ പാർട്ടീഷൻ. ആൻ ഇൻറ്റീരിയർ നോൺ ലോഡ് ബെയറിംഗ് wall of full wall height or part of story height used to dividing floor area into different
സെക്ഷൻ. പാർട്ടീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം സപ്പോസ് ചില വീടുകളിൽ ഈ ഡൈനിങ് ഏരിയയും അതേപോലെ ഹോളും ഒരു വലിയ ഒരു റൂമായിരിക്കും. ഓക്കെ, അപ്പം ആ ഹോളിലിരിക്കുന്ന ആൾക്കാർക്ക് ഡൈനിങ് ഏരിയ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പ്ലൈവുഡിൽ അടിച്ച ഒരു ചെറിയൊരു പാർട്ടീഷൻ, അവിടെ നമ്മൾ ഭിത്തിയൊന്നും കെട്ടത്തില്ല, ചെറിയ ഒരു തടിയിൽ ഒരു പ്ലൈവുഡ്, എക്സാമ്പിൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലൈവുഡ്. അപ്പോൾ പ്ലൈവുഡ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് പാർട്ടീഷൻ ഉദ്ദേശിക്കുന്നത്. അത് വലിയ ലോഡിനെ ഒന്നും എടുക്കുന്നില്ല, അതിൻ്റെ ഒരൊറ്റ പർപ്പസ് ഇതേ ഉള്ളൂ, രണ്ടായിട്ട് ആ റൂമിനെ ഒന്ന് മാറ്റണം. അതായത് ഇവിടുത്തെ ഒരു പ്രൈവസി അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് മാറ്റണം, അതിന് വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ. നെക്സ്റ്റ് വരുന്നത് പാരപെറ്റ്. ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റഡ് ഓവർ ദ റൂഫ് സ്ലാബ് ഓർ സൺഷെയ്ഡ് ഫോർ ബെറ്റർ അപ്പിയറൻസ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു റൂഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ പണിയുന്നതാണ് പാരപെറ്റ് എന്ന് പറയുന്നത്. സോ പാരപെറ്റ് എന്നുള്ള എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും, നമ്മൾ തുണിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു റൂഫിനെ ഒന്ന് എന്താണ്, ആ റൂഫിനകത്തുനിന്ന് ഒരാൾ താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഭിത്തി പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതാണ് പാരപെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഒരു സേഫ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് പാരപെറ്റ് ഓഫ് ദ റൂഫ്. ഇവിടെ പ്ലിന്ത് കാണിച്ചിട്ടുണ്ട്. സൺഷെയ്ഡ് ഇതിൻ്റെ ഒരു സെക്ഷണൽ പാർട്ടാണ്. നമുക്ക് ഒരു ബിൽഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള സെക്ഷണലാണ്. റൂഫ് അതേപോലെ തന്നെ ഡോറ് എന്നുള്ളതൊക്കെ കാണിച്ചേക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ ഫിഗേഴ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇവിടെ ഗ്രൗണ്ട് ലെവല്, ഫൗണ്ടേഷൻ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും, ഇത് ഫ്ലോറ്, ടെറസ്, ദെൻ ഇവിടെ പാരപെറ്റ്, ഇതാണ്ടേ ഇത് ഫസ്റ്റ് ഫ്ലോർ ഫിനിഷസ് ആണ്, വോള്, ദെൻ റൂഫ്, ഇതെല്ലാം ബിൽഡിംഗ് ആക്സസറീസ് ആണ്. അതായത് ലൈറ്റ്, ഫാന് പോലുള്ളതെല്ലാം ഇവിടെ തന്നെ. ഇവിടെ സീലിംഗ്, ഇതെല്ലാം ബിൽഡിംഗ് ഫിനിഷസ് ആണ്. കാരണം നമ്മൾ ബിൽഡിംഗ് ഫിനിഷസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ, ചില ഭിത്തികളൊക്കെ കണ്ടിട്ടില്ലേ ഇരിക്കും അല്ലേ, കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ പരുപരുത്ത് കാണിക്കും. അതേപോലെ തന്നെ എന്താണ് സ്റ്റോൺസ് ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് ഇരിക്കുന്ന മാതിരി, എന്താണ് കുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന മാതിരി, അങ്ങനെയൊക്കെ കുറച്ച് ഫിനിഷസ് കാണിക്കത്തില്ലേ. ചിലവരവിടെ മാർബിൾ ഇടും. എവിടെയാണ്? ഈ ഒരു ഭിത്തിക്കകത്ത് നമുക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഭിത്തികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ടൈലുകളൊക്കെ ഒട്ടിക്കും. സോ അതൊക്കെ ഒരു ഫ്ലോർ ഫിനിഷസ് അല്ലെങ്കിൽ വാൾ ഫിനിഷസും അല്ലെങ്കിൽ ബിൽഡിംഗ് ഫിനിഷസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അതാണ്ടേ ഇതാണ് കോളം, ഇതാ താഴേക്ക് പണിഞ്ഞിട്ടുണ്ട്. ഡോറ്, വിൻഡോയ്, പ്ലിന്ത്, ഒരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് പാർട്സ് ഇതിനകത്ത് കാണിച്ചേക്കുന്നതാണ്. ക്ലിയർ ആയോ? സോ ഇത്രയുമാണ് പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്. മെയിനായിട്ട് ബിൽഡിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പർ ഫ്ലോറും ഫൗണ്ടേഷൻ എന്നും അതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്ട്രക്ചറിനകത്ത് വരുന്ന ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ താഴെ വരുന്നത് ഫൗണ്ടേഷൻ മാത്രമാണ്. ഫൗണ്ടേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വരുന്ന ലോഡിനെ സോയിലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സോ ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു സെലക്ഷൻ ഓഫ് സൈറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റിന് ശേഷം അവിടെ ഒരു ബിൽഡിങ് പണിയുമ്പോൾ ആ ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. നമുക്കിനി ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്, കുറച്ച് റൂൾസും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പോർഷനും കൂടെ ബിൽഡിങ്ങിനെ സംബന്ധിക്കുന്ന കുറച്ച് ഏരിയയും കൂടെ പഠിക്കാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.